വെൽക്കം ബാക്ക് ടു ക്രോഷേ ഡയറി. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്, ബേബി ഫ്രോക്കാണ്. ന്യൂ ബോൺ ബേബിയാണ്, 0 to 3 മന്തുള്ള ന്യൂ ബോൺ ബേബിക്കുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ ഞാൻ 2 അക്രലിക്കൽ യാണാണ് ഇട്ടത്. പിന്നെ 3.2 മില്ലിമീറ്റർ ഹുക്കും ഒരു സിസറുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അത്യാവശ്യമായ സാധനങ്ങളാണ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് നോട്ടും പെന്നും എടുത്ത് വെക്കുക, പാറ്റേൺ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ജസ്റ്റ് റോസ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് റോ കൂട്ടിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ജസ്റ്റ് ബേസിക് സ്റ്റിച്ചസ് മാത്രമാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ഇയേഴ്സിലെയും മന്തിലെയും ബേബീസിന് റോ കൂട്ടിയിട്ട് ചെയ്യാനും കൂടി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ എടുക്കുക, മടക്കുക, ഈ വലിയാണ് മേലേക്ക് മെല്ലെ വലിച്ചാൽ മതി. ഇതാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് വർക്കിംഗ് ലൂപ്പ്. എന്നിട്ട് 48 ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇത് 0 to 3 മന്താണ്. നിങ്ങൾക്ക് ഓരോ മന്ത് ബേസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ 2 റോ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ആ മന്ത് ബേസ് കൂട്ടലെന്ന് പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8. ഞാനിപ്പോൾ 48 ചെയിൻ ചെയ്തു. ഇതിങ്ങനെ തന്നെ കറക്റ്റ് വെച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇങ്ങനെ തിരിയാനൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ സ്റ്റിച്ച് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു വി ഷേപ്പ് വേണ്ട, വി ഷേപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പം ഇവിടെ 48 ചെയിൻ ചെയ്തു. ഇനി നമുക്ക് 2 ചെയിൻ എക്സ്ട്രാ ചെയ്യണം. 1 2. അപ്പം ടോട്ടൽ 15 ചെയിനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് DC ആണ് ചെയ്യേണ്ടത്. അതായത് 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലാണ് നമുക്ക് 1 DC ഇട്ട് കൊടുക്കേണ്ടത്. 1 DC. ഓക്കെ, ഇപ്പം 3 ചെയിൻ സ്കിപ്പ് ചെയ്തത് നമ്മൾ DCയിലെല്ലാം 2 ചെയിനാണ് സ്കിപ്പ് ചെയ്യൽ. ഇതിൽ എന്തിട്ടാണ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് 1 DC ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഈ 3 ചെയിന് 1 DC, അതായത് ചെയിൻ ഫോമിലല്ല കൂട്ടുന്നത്, ഇതിനെ 1 DC ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം ഇവിടെ 2 DC ആയി. നമുക്ക് 7 DC ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ടോട്ടൽ 2 DC ആയി. ഇനി ബാക്കി കൂടി ചെയ്യാം. 2 3 4 5 6 7. കണ്ടോ, 7 DC ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇതാ ഈ ചെയിനിങ് കൂടി കൂട്ടിയിട്ടാണ് 7. 1 2 3 4 5 6 7 DC ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2 ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒരു ചെയിൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ചെയിനിൽ 1 DC ഇട്ട് കൊടുക്കുക. ചെയിൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ പോകണം, ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് 9 DC ഇട്ട് കൊടുക്കണം. ടോട്ടൽ 10 ആണ്, ഇതും കൂടി കൂട്ടിയിട്ടാണ് 10 DC. ഇനി ബാക്കി 9 DC കൂടി ഇടാം. ഇപ്പം നമ്മൾ 1 DC ഇട്ടു. നെക്സ്റ്റ് 2 3 4 5 6 7 8 9 and 10. കണ്ടോ, 10 DC ആണ് ടോട്ടൽ ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. 10 DC ചെയ്തു. അതായത് 7 DC ചെയിൻ ടു 10 DC. ഇനി നമുക്ക്
ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിൽ, അതായത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നെക്സ്റ്റ് ചെയിനിൽ 1 DC. ഇത് ടോട്ടൽ 14 DC ഇട്ട് കൊടുക്കുക. അതായത് ഇതും കൂടി കൂട്ടിയിട്ട് 14 DC. 1 ചെയ്തു, ഇനി 13 DC ചെയ്ത് കൊടുക്കണം. 1 2 3 ടോട്ടൽ ചെയ്തിട്ട് 13 ചെയ്തു. നെക്സ്റ്റ് 14 DC ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12 13 14. എപ്പോഴും സ്റ്റിച്ച് ചെയ്തതിനോട് ഒന്ന് കൗണ്ട് ചെയ്തത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് റോ ചെയ്യുമ്പോഴേക്കും ചിലപ്പം നോക്കുന്നത് തെറ്റിയും, അപ്പം അവിടുന്ന് അയച്ചിട്ട് ആദ്യം മുതലേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സ്റ്റിച്ച് ചെയ്താലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 14 DC ചെയ്തു. നെക്സ്റ്റ് ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? 10 DC അല്ലേ? ആ 10 DC ഇവിടെ ഇട്ട് കൊടുക്കുക. 1 2. ഇതേപോലെ 10 DC ചെയ്യുക. 10 DC ചെയ്തു. 1 2 3 4 5 6 7 8 9 10. 10 ചെയ്തു. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 10 DC ചെയ്യുന്നതിനൊക്കെ 7 DC ചെയ്തു. അതിന് പകരം അതിന് ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 7 DC. അതിന് മുമ്പ് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 7 DC ചെയ്യുക. 1 2 3 4 5 6 7. കണ്ടോ? കറക്റ്റ് ചെയിനാണുള്ളത്. നിങ്ങളിത് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയിൻ എക്സ്ട്രാ കൂടുകയോ കുറയുകയോ ചെയ്യും. ക്ലിയർ ആയോ? ഇത്ര വരെ 7 DC ചെയിൻ 2, 10 DC ചെയിൻ 2, 14 DC ചെയിൻ 2, 10 DC ചെയിൻ 2, 7 DC. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സെക്കൻഡ് റോ ആണ് ചെയ്യാൻ പോകുന്നത്. അതും ശ്രദ്ധിച്ചോ. ഇതാ 1 2 3. ഞാൻ പറഞ്ഞു 3 ചെയിൻ ചെയ്യുന്നത് 1 DC ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാ 3 ചെയിൻ ചെയ്തു, ടേൺ ചെയ്തു. ഇതാ ഇത് ഡയറക്റ്റ് 1 DCയുടെ പൊസിഷനാണ്. ഇവിടെ തന്നെ പോയിട്ട് സെക്കൻഡ് DC ചെയ്യാൻ പാടില്ല. സെക്കൻഡ് DC ചെയ്യുന്നത് ഇതാ സെക്കൻഡ് DCയുടെ പൊസിഷൻ കണ്ട, അതിൻ്റെ നേരെ മേലെ ചെയിനുണ്ട്, അവിടെയാണ് സെക്കൻഡ് DC ചെയ്യേണ്ടത്. കണ്ടോ? ഇപ്പം 2 DC ചെയ്തു. നെക്സ്റ്റ് 3 4 5 6 കണ്ടോ 7. കറക്റ്റ് ഡയറക്റ്റ് മേലെ തന്നെ ചെയ്യുക. 7 DC ചെയ്തു. ക്ലിയർ? ഇനി ഇവിടെ ഈ 2 ചെയിൻ സ്പേസിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നത് നോക്കിക്കോ. ദ യാൺ ഓവർ ചെയ്യുക. ഈ സ്പേസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്താൽ 1 DC. അതിനുശേഷം ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. എന്നിട്ട് ഒന്നും കൂടി ആ സെയിം സ്പേസിൽ തന്നെ 1 DC ചെയ്യുക. ക്ലിയർ ആയോ? 1 DC ചെയിൻ 2, 1 DC. ഇനി ഇവിടെ നമ്മൾ 10 DC ആണ് ചെയ്തിട്ടുള്ളത്. ആ 10 DCയുടെ മേലെ തന്നെ ഡയറക്റ്റ് ചെയ്യുക. ഇതാ 1 2 3 4 5 6 7 8 9 10. ഡയറക്റ്റ് അതിൻ്റെ മേലെ തന്നെ ചെയ്യണം. 10 DC ചെയ്തു. ഇനി എന്താ വരുന്നത്? ഈ സ്പേസിൻ്റെ ഉള്ളിൽ 1 DC ചെയിൻ 2, 1 DC. ക്ലിയർ ആയോ? ഇനിയിപ്പം ഡയറക്റ്റ് 14 DC എല്ലാത്തിൻ്റെ മേലെ ചെയ്യുക. 1 ഇതേപോലെ
ഡയറക്റ്റ് എല്ലാത്തിൻ്റെയും മേലെ ചെയ്യുക. ഇവിടെ എത്തുമ്പം 1 DC ചെയിൻ ടു 1 DC ചെയ്യുക. ഇതിൻ്റെ മേലെ ഡയറക്റ്റ് 10 DC ചെയ്യുക. ഇവിടെ 1 DC ചെയിൻ ടു 1 DC ചെയ്യുക. ഇവിടെ 7 DC ചെയ്യുക. ഇവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇവിടെ വരെ എത്തി 7 DC വരെ എത്തി. ഇതാ 14 DC ചെയ്തു, ചെയിൻ ടു. ഇതാ ഇവിടെ എത്തി 1 DC ചെയിൻ ടു 1 DC ചെയ്തു, 10 DC ചെയ്തു. ഇതാ ഈ ചെയിൻ ടു സ്പേസിൽ 1 DC ചെയിൻ ടു 1 DC ചെയ്തു. ഇനിയിപ്പം ഇവിടെ 6 DC ചെയ്തു. ഇതാ 1 2 3 4 5 6. ഇവിടെ 6 കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഡയറക്റ്റ് തേർഡ് റോയിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ ഒരു ചെയിൻ സ്പേസ് ഉണ്ട്, 7 DC ചെയ്യേണ്ടതാണ്. അപ്പം ഇതിവിടെ ഇല്ലയെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് തേർഡ് റോയിൽ പോകാൻ പാടില്ല, 7 DC ചെയ്തിരിക്കണം. ഇതാ ഈ ചെയിൻ സ്പേസിൻ്റെ മേലെ, തേർഡ് ചെയിൻ സ്പേസിൻ്റെ മേലെ 1 DC. ടോട്ടൽ ഇപ്പം 7 DC ആയി. 1 2 3 4 5 6 7 കണ്ട 7 DC ആയി. നെക്സ്റ്റ് തേർഡ് റോ ചെയ്യുമ്പം നമുക്കിവിടെ അധികമായിട്ടായിരിക്കും വരുന്നത്. 1 2 3. അതായത് അധികമായം കാരണം ഇതാ ഇവിടെ ഒരു ചെയിൻ 1 DC അധികമായതുകൊണ്ട് ഇവിടെ 8 ആയിട്ടുണ്ടാവും. കണ്ടോ? ഇനി ഇവിടെയോ സെൻറ്ററിൽ 2 DC കൂടിയിട്ടുണ്ടാവും. ഇവിടെ 10 ഉള്ളത് ഇവിടെയും കൂടിയതുകൊണ്ട് 12 ആയിട്ടുണ്ടാവും. ഇതാ ഇവിടെയും 14 ഉള്ളത് 16 ആയിട്ടുണ്ടാവും. കാരണം ഇവിടെയും കൂടി 1 DC. ഓക്കെ, ഇവിടെയും 12 ആയിട്ടുണ്ടാവും. ഇവിടെ 1 കൂടും, കാരണം ഈ ഭാഗത്ത് മാത്രമല്ല, ഇവിടെ 8 ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്ര വരെ മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഞാൻ 0 to 3 സൈസിലുള്ളതല്ല പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 6 month എല്ലാം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ 10 കൂട്ടിയാൽ മതി. അതായത് 48 ഉള്ളത് 58 ആക്കുക, 9 month ആണെങ്കിൽ 68 ആക്കുക, 1 year ആണെങ്കിൽ പിന്നെ 78 2 അങ്ങനെ ഓരോന്നിൻ്റെ സൈസ് 10 വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് കൂട്ടിക്കൊടുക്കാം. ആ 10 എത്രയാണോ നിങ്ങൾ എക്സ്ട്രാ ചെയിൻ എടുത്തത് ആ എക്സ്ട്രാ ചെയിന് ഈ ഇത്രയും ഭാഗത്തേക്ക് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക. അതായത് എത്രയാണോ എടുക്കുന്നത് അത് ഓരോ ഭാഗത്തും ഈക്വലായിട്ട് കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇൻക്രീസിങ് ചെയ്യൽ കേട്ടോ. ഓരോ റോയും ഇൻക്രീസിങ്ങും പിന്നെ കുട്ടികളെ സൈസിന് അനുസരിച്ചിട്ട് റോ വലുതാക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് തേർഡ് റോ നോക്കാം. തേർഡ് റോ ഇതേപോലെ തന്നെ ചെയിൻ 1 സ്പേസ്, ഈ ചെയിൻ 3 ഇട്ടത് ഫസ്റ്റ് DCയുടെ ഡയറക്റ്റ് തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് ഇടുന്നത് സെക്കൻഡ് DCൻ്റെ ഡയറക്റ്റ് മേലെ തന്നെ ആയിരിക്കണം. 2 DC ആയി, 3 4 5 6 7. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്ന് കൂടിയതുകൊണ്ട് 8 ആയി. ഡയറക്റ്റ് മേലെ തന്നെ 8 ചെയ്ത് കൊടുക്കുക. ഇപ്പം 8 DC ആയി. ഈ സ്പേസിൽ 1 DC ചെയിൻ ടു 1 DC ഇട്ട് കൊടുക്കുക. ഇനി സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ 12 DC ആയിട്ടുണ്ടാകും, കാരണം ഇവിടെ ഒന്നുകൂടി ഇവിടെ ഒന്നുകൂടി. കണ്ടോ, ഇതേപോലെ എല്ലാ സ്പേസിലും ഈ സ്പേസ് വരുന്നിടത്ത് 1 DC ചെയിൻ ടു 1 DC മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളിടത്തും സെയിം ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഞാനിപ്പം 3 റോയെ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ നിങ്ങൾ 7 റോയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 ചെയ്തു, 4 5 6 7. ഇനി 4 റോയും കൂടി നിങ്ങൾ ഇതേപോലെ സെയിം പാറ്റേൺ യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ എത്തിയിട്ട് കാണാം. നിങ്ങൾ 7 റോ ചെയ്യണേ. 3 റോയെ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ 7 റോ ചെയ്യണം. അതായത് ഇനിയും 4 റോയും കൂടി എക്സ്ട്രാ ചെയ്യണേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് ചെയ്ത ഭാഗം. ഇത് റോങ് സൈഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ റോങ് സൈഡിന് ഇതേപോലെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതായത് എന്നെ ഫേസ് ചെയ്തിട്ടാണ് ഈ കഴുത്തിൻ്റെ ഭാഗം വെക്കാൻ. ഇതാ കണ്ടോ, നമുക്കിവിടെ കൈയുടെ പോർഷൻ കിട്ടി, ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതേപോലെ വെക്കുക. കണ്ടോ, മനസ്സിലായോ? എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. തേർഡ് ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സ്ലിപ്പ് സ്റ്റിച്ച് ക്ലിയർ. ഇവിടെ ഇപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഇനി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ യാണുണ്ടെങ്കിൽ, കളർ യാണുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കുക. ഇല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കും ആണെങ്കിൽ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുക.
ഇല്ലാത്തതോടാണ് ഇതേപോലെ യാണ് വെച്ചിട്ട് ഈ രണ്ട് 2 ചെയിൻ വരുന്നില്ലേ, ആ രണ്ട് ഭാഗം കൂടി തമ്മിൽ കെട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ ഇപ്പുറത്ത് നിങ്ങൾക്ക് സേഫ്റ്റി പിൻ ഉണ്ടാവില്ലേ എല്ലാവരുടെയും, ഇല്ലെങ്കിൽ ഇതേപോലെ യാണ് വെച്ച് കൊടുക്കുക. പറഞ്ഞു സ്റ്റിച്ച് മാർക്ക് ഇല്ലാത്തവരോടാണ് ഈ ഐഡിയ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇതേപോലത്തെ സേഫ്റ്റി പിൻ എടുക്കുക. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് ഇവിടെ ലോക്കാക്കി കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ലോക്കായി. ഇനി നമ്മൾക്ക് ഈ ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഹാൻഡ് ഭാഗം അവിടെ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടിടത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 4th റോയിലേക്ക് നോക്കാം. നിങ്ങൾക്ക് 4th അല്ല, നിങ്ങൾക്ക് 8th റോ ആയിരിക്കും ഉണ്ടാവില്ലേ. ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് 3 റോ മാത്രം ചെയ്തത്. നിങ്ങൾ 7 റോ ചെയ്യണേ. ഓക്കെ, ഇനി 1 2 3 ചെയിൻ ഇട്ടു. ഈ സെയിം സ്പേസിൽ തന്നെ 1 DC ഇട്ട് കൊടുക്കുക. 1 DC. ഓക്കെ, ചെയിൻ 3 എന്ന് പറയുന്നത് 1 DC ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, ചെയിൻ 3 1 DC. ഒന്നും കൂടി ആ സെയിം സ്പേസിൽ തന്നെ ഒരു DCയും കൂടി ഇട്ട് കൊടുക്കുക. അതായത് 3 DC ആയി. അതായത് ഈ ചെയിൻ 3 എന്നുള്ളത് DC ആയിട്ട് കണക്കൂട്ടെന്ന് പറഞ്ഞു. അപ്പം 3 DC ചെയ്യുക. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ 3 DC ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3. കണ്ടോ, ഇതേപോലെ ഒരു ഷെൽ പാറ്റേൺ ആയിട്ടാണ് കിട്ടല്. 3 DC ചെയിൻ 3 2 DC ചെയിൻ 1 3 DC. ഇനി നമുക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്യണം. അതായത് 1 2 ചെയിൻ താഴെ സ്കിപ്പ് ചെയ്തതിന് ശേഷം 3rd ചെയിനിൽ ഇതേപോലെ 3 DC 1 2 3 DC ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 DC കൊടുക്കുക. 1 2 3. കണ്ടോ, 2 ഷെല്ല് കിട്ടി. അതേപോലെ ഓരോ സ്പേസിലും ഇതാ നെക്സ്റ്റ് ചെയിൻ 2 സ്പേസ് സ്കിപ്പ് ചെയ്യുക. ഇതാ 1 2 3 ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 DC ഇട്ട് കൊടുക്കുക. 1 2 3. കണ്ടോ, ഇനി നെക്സ്റ്റ് ഈ 2 സ്പേസ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഈ ചെയിനിൽ ലാസ്റ്റ് ചെയിനിൽ ഇതേപോലെ 1 2 3 ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 1 2 3. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടൽ. ഈ ചെയിനിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല, അത് സ്കിപ്പ് ചെയ്ത് ഇതാ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇപ്പം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ചെയിൻ സ്പേസിൽ ഇതേപോലെ കണ്ടോ 1 DC 2 3 ചെയിൻ 1 3 DC 1 2 3. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടല്. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ 2 സ്കിപ്പ് ചെയ്ത് ഇത്ര വരെ എത്തുക. ഇതും ഇതേപോലെ ഈ ലാസ്റ്റിൽ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പുറത്തെ സ്പേസ് പോവുക. ഇവിടെയും അതേപോലെ ചെയ്യുക. ഇവിടം വരെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 റോ ചെയ്തതുകൊണ്ടാണ് എൻ്റെ വേഗം തീർന്നത്. നിങ്ങളത് 7 റോ ആയതുകൊണ്ട് കുറച്ചുണ്ടാവും കേട്ടോ. ഇവിടെ 3 4 അല്ലേ, ഇവിടെ കുറച്ച് അധികം തന്നെ ഉണ്ടാവും പാറ്റേൺ. ഓക്കെ, ഞാനിതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഓക്കെ. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ആദ്യം ചെയ്ത 1 2 3 ഉണ്ട്. 3rd ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതാ ഈ ചെയിൻ 1 സ്പേസിനാണ് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്
3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതാ ഫസ്റ്റ് DC സെക്കൻഡ് DC ആൻഡ് ചെയിൻ 1 സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, ഇവിടെ എത്തി. 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചെയിൻ 3 ഇട്ട് കൊടുക്കുക. എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ അതേപോലെ തന്നെ ചെയിൻ 3, 2 DC ഇട്ട് കൊടുക്കുക. 1 2, എന്നിട്ട് ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 DC ഇട്ട് കൊടുക്കുക. 1 2 3. കണ്ടോ, ഇതേപോലെ എല്ലാ ഇവിടെ ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാ ചെയിൻ 1 സ്പേസില്ല, ഇവിടെ 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 ഈ ഹോളിലൊന്നും ചെയ്യാതെ ഈ ചെയിൻ 1 സ്പേസിൽ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇതാ ഡയറക്റ്റ് പോവുക. 3 DC ചെയ്തു. ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്ത് കൊടുക്കും. 1 2 3. നെക്സ്റ്റ് ഇതാ സെയിം സ്പേസ് ചെയിൻ 1 സ്പേസിൽ 1 2 3 ചെയിൻ 1 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്യുക. 1 2 3. ഓക്കെ, ഇതേപോലെ എല്ലാ ചെയിൻ 1 സ്പേസിലും ചെയ്തെടുക്കാം. നിങ്ങൾക്കിവിടെ ഓക്കെ ആണെങ്കിൽ ഇത് അയച്ചു മാറ്റാം. ഓക്കെ, ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ അത് അയച്ചു മാറ്റാം കേട്ടോ. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നു. കണ്ടോ, ഇങ്ങനെയുണ്ടാവില്ല. കംപ്ലീറ്റ് ചെയ്തു. ഈ ഹോളിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല, എല്ലാ ചെയിൻ 1 സ്പേസിലുമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കളർ ചേഞ്ചിങ്ങും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതാ ഇവിടെ ഇപ്പം 3 ചെയിൻ ഉണ്ട്. ചെയിൻ 3ൻ്റെ മേലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് ഈ ഷെൽ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ യൂസ് ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞുതരാം. ഇതാ ഇവിടെ നിന്നല്ലേ നമ്മൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുവരെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് പോവാം. 1 2. ഇതാ ഈ ഹോളിൽ 3rd സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടേണ്ടത്. ആ 3rd സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഇതാ 2 സ്ലിപ്പ് സ്റ്റിച്ച് ഓൾറെഡി ഇട്ടു. 3rd സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഏത് കളറിയാണോ വേണ്ടത് ആ കളറിയാണ് എടുത്തത്. അതിന് സ്ലിപ്പ് നോട്ട് ഇട്ട് വെക്കുക. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തു. ഇതാ 3rd ഇൻസേർട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ ഇതാ റെഡ് കളർ എടുക്കുക. നമ്മൾ സാധാ ഈ കളർ തന്നെയല്ല എടുക്കേണ്ടത്. വേണമെന്നതിന് അതിന് പകരം ഏത് കളറാണോ വേണ്ടത് ആ കളർ ഇതാ ഇതിലേക്കൂടി വലിക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ക്ലിയർ. എന്നിട്ട് മറ്റേ ആണൊന്ന് ടൈറ്റാക്കി കൊടുക്കുക വലിച്ചിട്ട്. ഈ ആണ് കട്ട് ചെയ്യേണ്ട, കാരണം നമുക്ക് നെക്സ്റ്റ് റോ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഓരോരോ കളർ റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ആണ് കട്ട് ചെയ്യാണ്ട് ഇവിടെ തന്നെ വെക്കാം. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3. ഇനി എന്താണ് സെയിം പാറ്റേൺ ആണ്. ഇപ്പം കഴിഞ്ഞതിൽ എന്താ സെയിം പാറ്റേൺ ചെയ്ത് അതന്നെ 2 DC 1 2 DC ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ചെയിൻ 1 3 DC ഇടുക. 1 2 3. കണ്ടോ, ഇനി നെക്സ്റ്റ് ഈ ചെയിൻ 1 സ്പേസിൽ ഡയറക്റ്റ് പോവുക. ഇതേപോലെ 3 DC ചെയിൻ 1 3 DC ഇട്ട് കൊടുക്കുക. 2 3. കണ്ടോ, ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് പോവുക. റെഡ് പാറ്റേൺ ഞാൻ റെഡ് കളർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ 1 2 3 3rd ചെയിനിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഈ കളറാണ് ഈ ആണ് വേണ്ടതെങ്കിൽ ഇതേപോലെ 1 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. തേർഡ് സ്ലിപ്പ് സ്റ്റിച്ചിൽ ഇതാ ഈ കളറിയാണ് കൊണ്ടുവരിക. ഈ യാണിന് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് കൊണ്ടുവരിക. മറ്റേ യാണിന് അവിടെ ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ 3 ചെയിൻ ഇടുക. ഇതേപോലെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഇനി നിങ്ങൾക്ക് എഡ്ജും കൂടി എങ്ങനെയാണ് ചെയ്യലെന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ലാസ്റ്റ് പാറ്റേൺ പൂർത്തിയാകുന്നത്, അതായത് നിങ്ങൾ എത്ര റോ ചെയ്തു ആ ലാസ്റ്റ് ഭാഗം കൂടിയുള്ള എഡ്ജ് പോർഷൻ കൂടി പറഞ്ഞുതരാം. ഇതാ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈ സെയിമിൽ 1 സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാ ഓരോന്നിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ പോവുക. സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാ ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് പോവുക. 3. ഇതാ ഈ 1 സ്പേസിലെ അവിടെ ഉള്ളിലേക്കൂടി പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം ചെയിൻ്റെ ഉള്ളിലേ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ ചെയിൻ 1 സ്പേസിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ ഉള്ളിലേ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലായിടത്തും ഇതേപോലെ ചെയിനിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ദാ സ്ലിപ്പ് സ്റ്റിച്ച്, ദാ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി വരുന്നത് ചെയിൻ്റെ ഉള്ളിലുള്ള സ്പേസാണ്. അവിടെ ഉള്ളിലേക്ക് പോയിട്ട് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ അതേപോലെ തന്നെ കിട്ടും. കണ്ടോ? പിന്നെ ചെയിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ? ഇതേപോലെ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈയുടെ പോർഷനിലും റെഡ് വെച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയോ? ഇതേപോലെയാണ് നമുക്ക് ഫ്രോക്കിൻ്റെ പാറ്റേൺ വരുന്നത്. കുട്ടികളെ 3 മന്ത്. ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് 2 ബട്ടണോ 3 ബട്ടണോ വെച്ചിട്ട് ഇവിടെ സോ ചെയ്ത് കൊടുക്കുക. ആ ബട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാം. ക്ലിയർ? നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഹാൻഡ് പോർഷനിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി.